ക്ലോക്കിൽ 1 മണിക്ക് 1 തവണ മണിയടിക്കുന്നു, 2 മണിക്ക് 2 തവണ, 3 മണിക്ക് 3 തവണ എന്ന രീതിയിൽ തുടരുമെങ്കിൽ ഒരു ദിവസം എത്ര തവണ മണിയടിക്കും? അപ്പോൾ ക്ലോക്കിൽ 1 മണിക്ക് 1 തവണ അടിക്കും, 2 മണിക്ക് 2 തവണ, 3 മണിക്ക് 3 തവണ. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ക്ലോക്കിൽ നമ്മൾ കണ്ടുപിടിക്കുക 12 വരെയാണ് ഉള്ളത്, 1 മുതൽ 12 വരെ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നുണ്ട് n × n+1 / 2. അപ്പോൾ 1 + 2 + 3 + 4 etc. +12, അതായത് ലാസ്റ്റ് 12 ആണ് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ n എന്ന് പറയുന്നത് 12 ആണ്, 12 × n+1 എന്ന് പറയുന്നത് 13 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ 156 എന്ന് കിട്ടും, ഡിവൈഡ് ചെയ്യുമ്പോൾ 78 എന്ന് കിട്ടും. 78 പ്രാവശ്യം അടിക്കുന്നത് 12 മണിക്കൂറിലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അപ്പോൾ 12 മണിക്കൂർ 78 എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ സിമ്പിളാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, 78നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 156 എന്ന് കിട്ടി. അപ്പോൾ ഒരു ദിവസം 156 തവണയാണ് മണിയടിക്കുക. അടുത്തത് 60 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന 180 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 300 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ 60 km/മണിക്കൂർ വേഗത്തിൽ ഒരു ട്രെയിൻ ഓടുന്നുണ്ട്, 180 മീറ്റർ നീളമാണ് ട്രെയിനിൻ്റെ, പാലത്തിൻ്റെ നീളം 300 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളിൽ നമ്മൾ ട്രെയിനിൻ്റെ നീളവും പാലത്തിൻ്റെ നീളവും കൂടി കൂട്ടുക. അപ്പോൾ 180 300 കൂടി കൂട്ടുമ്പോൾ 450 മീറ്റർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 450 മീറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും മണിക്കൂറും നീളങ്ങളും ഒരേ ലെവലിലായിരിക്കണം. അപ്പോൾ 450 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 60 km/മണിക്കൂറാണ്. അപ്പോൾ 60നെ നമുക്ക് എന്താക്കണം, മീറ്റർ ആക്കണം. അപ്പോൾ 60നെ നമ്മൾ 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50/3 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി 450നെ 50/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റെസിപ്രോക്കറിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 27 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 300 മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കാൻ 27 സെക്കൻഡാണ് എടുക്കുക. അടുത്തത് എക്സിൻ്റെ y% 30 ആയാൽ വൈയുടെ x% എത്ര എന്നാണ് ചോദ്യം. ഇത് എപ്പോഴും ഒരേ ആൻസർ ആയിരിക്കും. അതായത് എക്സിൻ്റെ y% എത്രയാണോ അത് തന്നെയാണ് വൈയുടെ x% എന്ന് ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ എക്സിന് പകരം a തന്നാലും c തന്നാലും ഒരേ ആയിട്ടുള്ള ആൻസറാണ്. അപ്പോൾ എക്സിൻ്റെ y% 30 ആണെങ്കിൽ വൈയുടെ x% 30 ആയിരിക്കും. അടുത്തത് a/b = 3/4, b/c = 5/7 ആയാൽ a/b/c എത്ര? a/b എന്ന് പറയുന്നത് 3/4 ആണ്, b/c എന്ന് പറയുന്നത് 5/7 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a/b/c എത്രയാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള വരുന്നതിനെ എടുക്കുക. ഈ കണക്കിൽ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് b ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ നമ്മൾ എടുത്തിട്ട് ഓപ്പോസിറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് രണ്ടാമത്തേനെ ഒന്നാമത്തത് കൊണ്ടും ഒന്നാമത്തേനെ രണ്ടാമത്തത് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തേൻ്റെ ബി വാല്യൂ 5 ആണ്. 5 × 3 15, 5 × 4 20. ഒന്നാമത്തെ ബീൻ്റെ വാല്യൂ 4 ആണ്, 4 × 5 20, 4 × 7 28. ഇനി സിമ്പിളല്ലേ, എയുടെ വാല്യൂ എത്രയാണ്, 15 ആണ്. ബിയുടെ വാല്യൂ എയിലും ബിയിലും 20 ആണ്, സിയുടെ വാല്യൂ 28 ആണ്.